ഫക്കീറാത്രേ. അവൻ കഞ്ചാവ് വലിച്ചു നടക്കുന്നവനാണ്, അവൻ കള്ളു കുടിച്ച് നടക്കുന്നവനാണ്, അവൻ അത് രണ്ടും കഞ്ചാവ് വലിക്കുന്നവനും തിരിച്ചറിയണം, കള്ളു കുടിക്കുന്നവനും തിരിച്ചറിയണം, അല്ലാത്തവനും തിരിച്ചറിയണം. അതാണ് ഇവിടെ 3 ദിവസത്തെ അജ്മീർ ഫക്കീർ വീര മുരീബായി ഉപ്പാപ്പാൻ്റെ ഇവിടെ 30 കൊല്ലം വരെ ഈ ഫക്കീർ മദ്രസ എന്നാണ് ഇതിന് പറയുക. ഫക്കീർ മദ്രസ എന്ന് പറഞ്ഞാൽ ഫക്കീർ എന്താണെന്നറിയോ? ഈ ഔലിയാക്കൾ അയാത്ത് കാലത്ത് ഇരിക്കുമ്പോൾ ഔലിയാക്കളെ കാണാൻ പോയി. അവിടെ ഒരു വയസ്സായ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു വയസ്സായ ഒരു മനുഷ്യൻ വരുമ്പോൾ അയാളുടെ എല്ലാം കഴിഞ്ഞു, ജീവിതത്തിൽ അയാളുടെ എല്ലാ സന്തോഷവും കഴിഞ്ഞുകൊണ്ട് അള്ളാഹു മാത്രം നിലനിർത്തിക്കൊണ്ട് പോണ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ബഹുമാനിച്ചാൽ എന്താ പോയി കുരുത്തക്കെട് എന്ന് പറഞ്ഞ സാധനം ഉമ്മാൻ്റെ എന്നോ വാപ്പാൻ്റെ എന്നോ വയസ്സിന് മൂത്തയെന്നോ ഫക്കീർമാൻ്റെ എന്നോ വാങ്ങിക്കൊണ്ട് കെട്ടിവെച്ചിട്ട് കെട്ടും വെച്ച് കുറെ പണവും വെച്ചിട്ട് കച്ചവടം ചെയ്ത ഈ കുരുത്തക്കെടാണ് നമുക്ക് ഇതൊക്കെ നാശനാശങ്ങൾ ഉണ്ടാക്കിയത്. നമുക്കത് നമുക്ക് ഉപയോഗപ്പെടുന്നതല്ല, അത് ശത്രുവായിക്കൊണ്ടാണ് വരിക. അത് നമുക്ക് വീണ്ടും എന്തായി നമ്മളുള്ളതും കൂടി ഇല്ലാതെയാകുക എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, ഒരാളുടെ ഇരാശയത്ത് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അതാവുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ നിങ്ങളെ അഡ്രസ്സ് ഇല്ലാതെ കത്തയച്ചാൽ കിട്ടുമോ? നിങ്ങളെ അഡ്രസ്സ് ഇല്ലാതെ കത്തയച്ചാൽ കിട്ടൂല. എന്ന പോലെ ഈ എഴുതി ഇവിടെ അവിടെ 4 മൂലയ്ക്ക് കൊണ്ടുപോയി കുഴിച്ചിടുക, അല്ലെങ്കിൽ പെട്ടിൻ്റെ ഉള്ളിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ അതിൻ്റെ മലക്കും മലായിക്കത്തിങ്ങളൊക്കെ അറിഞ്ഞവരുണ്ട്. അവര് പറയാണ് നീ ചെയ്തോ എന്നൊരു വാഗ്ദത്തം കിട്ടിയ ആ വാഗ്ദത്തം കൊണ്ട് ആ പറഞ്ഞ പോലെ ചെയ്തു കൊടുത്താൽ അത് നടക്കും. അല്ലാതെ ആ വാക്കൊന്നും ഇല്ലാതെ കിതാബ് നോക്കിയിട്ട് വരച്ച് അഡ്രസ്സ് അറിയാതെ കത്തയച്ചാൽ കിട്ടൂല. ഇങ്ങനെയും വരും. അപ്പോൾ ഇതൊക്കെ അറിയുന്ന വ്യക്തികൾ ഉണ്ട്. അറിയുന്ന എത്രയോ വ്യക്തികൾ പഴയ കാലങ്ങൾക്കൊക്കെ അങ്ങനെ തെക്കുള്ളവർ അതിൻ്റെതായ തെക്കുള്ളവരുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അസ്മാ കിതാബ് ആരൊക്കെ പഠിച്ചോ ആ പഠിച്ചതൊക്കെ കൈകാര്യം ചെയ്യുന്നവരും ഉണ്ടാവും. പഴയ കാലങ്ങൾക്ക് അങ്ങനെയല്ല, പഠിച്ചവൻ പറഞ്ഞെന്ന് ചെയ്യലാണ്, അല്ലാണ്ട് അവനെ പോലെ പഠിക്കാൻ കഴിയൂല. അതിൻ്റെ റിയാദുകളൊക്കെ തീരണം. ഒരു അസ്മാവ് എഴുതണമെങ്കിൽ അതിൻ്റെ മലക്ക് മലായിക്കത്തിങ്ങൾ അത് ഏത് കുറേശ്ശിയാണോ ഏത് കുടുംബത്തിൽപ്പെട്ടതെന്നൊക്കെ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയാൽ തന്നെയാണ് എഴുതിയ പറഞ്ഞ പോലെ നടക്കും. അപ്പോൾ അതല്ല, നീ എങ്ങനെയും പോയി ജീവിച്ചോ എന്ന് ഇന്ന പോലെ ചെയ്തു കൊടുക്ക് എന്നൊരു വാഗ്ദത്തം അങ്ങനെ ഒരാൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നടക്കും. അങ്ങനെ പറഞ്ഞാൽ നമ്മളിവിടെ കുറേ അസ്മാവ് പണിക്കാരനൊന്നുമല്ല, അസ്മാവിൻ്റെ കിതാബ് വെച്ചിട്ടുള്ള പണികളും ഇല്ല. നമ്മൾ ഒരുപാട് മഹാന്മാരായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധമുള്ള നിലയിൽ അവർ പൊരുത്തത്തിൽ പറയുകയാണ്. അപ്പോൾ ഒരാളിങ്ങനെ വന്നു കഴിയുമ്പോൾ ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞു വന്നാൽ എന്താ ഇപ്പോൾ അതിനൊക്കെ പരിഹാരത്തിന് എന്താ വഴികളെന്ന് ഞാൻ ചോദിക്കല. അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ പ്രശ്നങ്ങളും രോഗം കൊണ്ട് കടം കൊണ്ട് അതുപോലെ തന്നെ കലാട്ട് കൊണ്ട് അങ്ങനെ വീട്ടിൽ സൂര്യക്കേട് കൊണ്ടൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ ഒരു സമാധാന നിലയ്ക്ക് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, എന്താണ് ചെയ്തു കൊടുക്കുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പറയാണ്, എന്നോട് പറയുന്നതറിയോ, ഇന്ന പോലെ ഒരു പരിശോധനകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുവരിക. അതൊക്കെ കൊണ്ടുവന്നിട്ട് നോക്കിയിട്ട് അതിൻ്റെ വഴിപാടുകൾ എവിടെയൊക്കെ ഒരു സെറ് എവിടെയൊക്കെ കുടുങ്ങറിയോ, ഒരു സെറ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ കുടുങ്ങറിയോ, ആ കുടുക്കത്തിൻ്റെ ഓരോ ഭാഗത്തുനിന്ന് ഓരോരോ സാധനങ്ങളൊക്കെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ പറയും.
ആ കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് ഇതിനൊരു ചെക്ക് ഓഫ് ഉണ്ട്. ആ ചെക്ക് ഓഫ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഇന്ന തരത്തിലാണ് നിങ്ങൾക്ക് ആ സെറുകൾ, അതൊരു സെറാണ്, അത് ഇന്ന തരത്തിൽ ഇന്ന പോലെ ചെയ്ത് തീർക്കണം, എന്നാലേ ഇതൊന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ പറഞ്ഞു കൊടുത്തിട്ട് അവർ എന്തായി, അവർ രക്ഷപ്പെട്ടവരൊക്കെ വീണ്ടും നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മൾ പറയുക എന്ത്, കുഴപ്പമില്ല, തെറ്റില്ല, ഇപ്പോൾ കുറച്ച് വർക്ക് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വലിയ ക്ഷീണമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുക, വീരാനി പാപ്പ പറഞ്ഞ പോലെ നിങ്ങൾ നഷ്ടമാണെങ്കിൽ കൃഷിക്കാരും കച്ചവടക്കാരും വന്നാൽ തേങ്ങാച്ചോറും ലീഫ് ഉണ്ടാക്കി കൊടുക്കി എന്ന് വീരാപ്പാപ്പൻ്റെ അയാത്തുകാലത്ത് പറയണ്ടായി. എന്ന പോലെ നമ്മളും പറയാം, നമുക്കൊരു മൗലൂദ് ആകാം. നമുക്ക് ഏതായാലും പിന്നെ നിങ്ങൾ കച്ചവടത്തിലൊക്കെ ഒരു വർക്കത്തൊക്കെ വന്നല്ലേ, അപ്പോൾ നമുക്കൊരു മൗലൂദ് ഓതി തീർക്കാൻ അതിൻ്റെ ചെലവ് കൊണ്ടുവരി എന്ന് പറയലാണ്. അപ്പം എന്തായി, ഉണ്ടായിട്ടാണ് പറയണത്. ഹലോ, നിങ്ങൾ പരാജയപ്പെട്ട് അതിന്ന് ഒരു ദേശം മെച്ചപ്പെട്ട് വരുമ്പോഴാണ് ഞാൻ ഒരു മൗലൂദ് ഓതാം, ആ മൗലൂദിന് ചെലവ് കൊണ്ടുവരി ഉണ്ടായിട്ടാണ് പറയുന്നത്. അതേപോലെ ഉണ്ടായവർ വന്നിട്ടാണ് ഇവിടെ 3 ദിവസത്തെ അജ്മീർ ഫക്കീർ വീരാമുലിബായി ഉപ്പാപ്പാൻ്റെ ഇവിടെ 30 കൊല്ലം വരെ ഈ ഫക്കീർ മദ്രസ എന്നാണ് ഇതിന് പറയുക. ഫക്കീർ മദ്രസ എന്ന് പറഞ്ഞാൽ ഫക്കീർ എന്താണെന്നറിയോ, ഈ ഔലിയാക്കൾ അയാത്ത് കാലത്ത് ഇരിക്കുമ്പോൾ ഔലിയാക്കളെ കാണാൻ പോയി അങ്ങനെ പോയപ്പോൾ അവരോട് ചോദിക്കുക, ഇപ്പോൾ ഞങ്ങൾക്കും രക്ഷപ്പെടണ്ടേ, ഞങ്ങൾക്ക് രക്ഷപ്പെടണം, ഞങ്ങൾക്കൊരു വഴി വേണമല്ലോ പാപ്പാന്ന് പറയുമ്പോൾ അങ്ങനെ പോയി ആകുമ്പോഴാണ് അവരെന്തെങ്കിലും ചെല്ലാനും പറയാനും കൊടുക്കണം. അപ്പോൾ അവർ ആ ചെല്ലാനും പറയാനും കൊടുക്കുമ്പോൾ എന്തായി, അവരെ ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തായി, അവർ ഈ ആത്മാർത്ഥമായിട്ട് അവർ മഹാമാരെ സ്നേഹിച്ചു. അപ്പോൾ സ്നേഹിച്ചപ്പോൾ എന്തായി, അവർ വീട്ടിലോ മറ്റുള്ള ഭാഗത്തല്ല, ഒന്നല്ലെങ്കിൽ അമ്പകുന്ന് അല്ലെങ്കിൽ മമ്പുറം, അങ്ങനെ പല ഭാഗങ്ങളിലും അവർ എങ്ങനെ ആ മണവും ആ ഗുണങ്ങളും ആ സന്തോഷങ്ങളും, ആ മണ്ണാണെങ്കിൽ കോസടി വിട്ടു, കിടക്ക വിട്ടു, വീട് വിട്ടു, പിന്നെ അവർ കിടക്കണ ഒക്കെ മഹാമാരുടെ 4 പുറമാണ്. അപ്പം അങ്ങനെ കിടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്ന എന്താ, ഇതേ തെണ്ടിപ്പറിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് എന്നാണ്. ഇത് വീടുമില്ല കുടിയില്ല ഒക്കെ ആട്ടി പുറത്താക്കിയിട്ട് ഇങ്ങനെ തെണ്ടിപ്പറിക്ക് ജീവിക്കുന്ന നായ്ക്കളാണ് എന്നാണ് മറ്റുള്ളവർ കണ്ണ് കാഴ്ചയിൽ. പണ്ട് എങ്ങനെ തെണ്ടിപ്പറിക്കിയിട്ട് ജീവിച്ച് കാണിച്ചു തന്നാൽ തന്നെയാണ് അള്ളാൻ്റെ ഔലിയാക്കൾ ഒക്കെ. എങ്ങനെ അവർക്കുണ്ടെന്താ, വീരാനി പാപ്പ ചുള്ളിക്കോട് വീടില്ലേ, കുടുംബമില്ലേ, ഇല്ലേ? ഈ വീരാനി പാപ്പ എത്രയോ കാലങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് വിട്ടിട്ട് ഏതൊക്കെ നെയ്യിലാണ് ആ വീരാനി പാപ്പ എവിടെയൊക്കെ ഇരുന്നു, എവിടെയൊക്കെ എന്തൊക്കെ ഇരുന്നു, ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുക, ആരോട് എന്തെങ്കിലും ചോദിക്കുക, എന്തെങ്കിലും പറയുക, ഒന്നും ചെയ്തില്ല. എന്ത് ചെയ്തു, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടു, അള്ളാഹിനെ തിരിച്ചറിഞ്ഞു, അള്ളാഹിനോട് അള്ളാഹു സുബ്ഹാനഹു തആല ഹിദായത്തിട്ട് കൊടുത്തു. ആ ഹിദായത്തിട്ട മുഖം നമ്മൾ കാണാൻ പോയി. അപ്പോൾ എന്തായി, എൻ്റെ അടുത്ത് വരുന്നൊരു ഇതുപോലെ തന്നെയാണ്, അവനെ അള്ളാഹു ഹിദായത്തിലേക്ക് എത്തിക്കട്ടെ എന്നുള്ള ആ ഹിദായത്ത് എത്താൻ വേണ്ടിയുള്ള അതിനുള്ള ദിക്റും കൊടുത്തു പറഞ്ഞയച്ചു. നമ്മളെന്താ കണക്കാക്കണ്, അതാണ്ടോ ഫക്കീറാത്രേ, അവൻ കഞ്ചാവ് വലിച്ച് നടക്കുന്നവനാണ്, അവൻ കള്ളു കുടിച്ച് നടക്കുന്നവനാണ്, അവൻ അത് രണ്ടും കഞ്ചാവ് വലിക്കുന്നവനും തിരിച്ചറിയണം, കള്ളു കുടിക്കുന്നവനും തിരിച്ചറിയണം, അല്ലാത്തവനും തിരിച്ചറിയണം. അതിനൊരു മുറബിയായ ഒരു സൈഹ് ഉണ്ടാകണം. അപ്പോഴേ ആ കാര്യങ്ങൾക്കാവും. എന്തിനും ഏത് പ്രവർത്തിക്കും ചോദിച്ച് ചെയ്യുന്നതും ചോദിക്കാതെ ചെയ്യുന്നതും മാറ്റമുണ്ട്. നിങ്ങൾ നോക്കി, നിങ്ങളെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു മക്കാമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ടാവും,
ബാപ്പ അവിടെ ഇരിക്കുന്നുണ്ടാവും. പാപ്പ ഞാൻ അമ്പലമൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് എൻ്റെ മോൻ പോയിട്ട് പോവാ. അപ്പം എന്തായി, ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ആ വാക്കിൽ കൂടെ അവിടെ ഹിദായത്തുണ്ട്. അപ്പം അമ്പലം തങ്ങളുടെ അടുത്ത് പോയിട്ട് ആ ദുആ ചെയ്ത എനിക്ക് ആ ദുആയ്ക്ക് ഉത്തരവുണ്ട്. ഉമ്മാനോടും പറയില്ല, ബാപ്പാനോടും പറയില്ല, നീയാണ്ട് ഇറങ്ങിപ്പോണു, നീയാണ്ട് എങ്ങോട്ടാ പോണു, എപ്പോൾ എനിക്ക് തോന്നിയ പോലെ വരുന്നു. അതിൽ ഒരു ഹിദായത്തും നമ്മളവിടെ കണ്ടിട്ടോ കേട്ടിട്ടോ പറഞ്ഞിട്ടോ കേട്ടിട്ടുമില്ല. അപ്പോൾ എന്ന പോലെ കുരുത്തക്കേട് എന്ന് പറഞ്ഞ സാധനം ഉമ്മാൻ്റെ എന്നോ വാപ്പാൻ്റെ എന്നോ വയസ്സിന് മൂത്ത എന്നോ ഫക്കീർമാൻ്റെ എന്നോ വാങ്ങിക്കൊണ്ട് കെട്ടിവെച്ചിട്ട് കെട്ടും വെച്ച് കുറെ പണവും വെച്ചിട്ട് കച്ചവടം ചെയ്ത ഈ കുരുത്തക്കേടാണ് എനിക്ക് ഇതൊക്കെ നാശനാശങ്ങൾ ഉണ്ടാക്കിയത്. ഈ കുരുത്തക്കട അത് നമ്മൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാം. നമ്മൾ തന്നെ ഇവിടെ ഒരു വയസ്സായ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു വയസ്സായ ഒരു മനുഷ്യൻ വരുമ്പോൾ അയാളുടെ എല്ലാം കഴിഞ്ഞു, ജീവിതത്തിൽ അയാളുടെ എല്ലാ സന്തോഷവും കഴിഞ്ഞുകൊണ്ട് അള്ളാഹു മാത്രം നിലനിർത്തിക്കൊണ്ട് പോണ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിനെ ബഹുമാനിച്ചാൽ എന്താ പോയി? നീ പൈസ കൊടുക്കണ്ട, ചോറ് കൊടുക്കണ്ട, ചായ കൊടുക്കണ്ട, തെണ്ടിയെന്ന് എൻ്റെ മനസ്സിൽ വിചാരിക്കേണ്ട ആവശ്യങ്ങൾ എന്താ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു വയസ്സായ ഒരു വ്യക്തി ബഹുമാനിച്ചാലും അള്ളാഹു അല്ലെങ്കിൽ എന്താ പാപ്പ എവിടേക്കാ പോണു? ചായ കുടിച്ചോ? പാപ്പ ഒരു ചായ കുടിക്കല്ലേ? പാപ്പാൻ്റെ മനസ്സൊന്ന് തണുപ്പിച്ച് ഒരു ചായയൊക്കെ കുടിപ്പിച്ച് മനസ്സൊന്ന് തണുപ്പിക്കുമ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പാപ്പാനോട് പറയുമ്പോൾ പേടിക്കണ്ട, അള്ളാഹു ഖൈർ ചെയ്യും എന്നൊരു വാക്ക് പറയണ്ടോ എന്ന് കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു.